നമസ്കാരം. ഉദ്ധാരണക്കുറവ് കൂടുതലായിട്ട് കാണുന്ന ആളുകളിൽ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും, എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഉദ്ധാരണ പ്രോബ്ലംസ് വന്ന ഒരാൾക്ക് അത് ക്ലിയർ ചെയ്യാനും ഇനി വരാതിരിക്കാനും അല്ലെങ്കിൽ വന്നത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനും എന്തൊക്കെ മെത്തേഡുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പുരുഷന്മാരിൽ ശരിയായ രീതിയിൽ ഉദ്ധാരണം നടക്കാത്ത ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ED എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളിലും തന്നെ ഒരുപോലെ ഈ കംപ്ലയിൻസ് കണ്ടുവരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇതിനെ ഒരു കംപ്ലയിൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു രോഗമായിട്ടും അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗലക്ഷണമായിട്ടും ഇതിനെ നമുക്ക് കാണാവുന്നതാണ്. ഉദാഹരണ പ്രോബ്ലംസ് എന്ന് പറയുന്നത് സാധാരണ പ്രായമാകുന്നതോടു കൂടി കണ്ടുവരുന്ന ഒരു അസുഖമായിട്ട് തന്നെ ആദ്യഘട്ടത്തിൽ നമ്മൾ കണക്കാക്കേണ്ടതാണെങ്കിൽ പോലും ഇതിന് കുറച്ച് കാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാരണങ്ങൾ നമ്മൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിന് ഓടിപ്പോവാതെ അത്തരം കംപ്ലയിൻസുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ എന്താണ് ആ കാരണം കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിനാണ് ആദ്യഘട്ടത്തിൽ മാനേജ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലോട്ട് പോയതിന് ശേഷം മാത്രമാണ് ഉദ്ധാരണ പ്രോബ്ലംസിന് ട്രീറ്റ്മെൻറ്റ് തേടേണ്ടത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിനുള്ള കാരണങ്ങൾ നോക്കാം. ആദ്യത്തെ കാരണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏജ് കൂടുക എന്നുള്ളതാണ്. ഒരു 70% ആളുകളിലും നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ച് 70 വയസ്സാകുമ്പോൾ ഇത് സ്വാഭാവികമാണ്. അല്ലെങ്കിൽ 40 വയസ്സ് കൂടി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കംപ്ലയിൻസ് വരിക എന്നുള്ളതും അതും സ്വാഭാവികമാണ്. അപ്പോൾ പ്രായം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. രണ്ടാമത്തെ കാര്യമാണ് നമുക്കറിയാം ഷുഗർ. നോർമലായിട്ട് എല്ലാവർക്കും ഷുഗർ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പറയാനുള്ള ഞരമ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഷുഗർ ഉള്ള ആളുകളെ പെട്ടെന്ന് ബാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഉദ്ധാരണ പ്രോബ്ലംസ് വളരെ വേഗത്തിൽ വരാൻ പറ്റും ഈ ഒരു കംപ്ലയിൻസ് ഉള്ള ആളുകൾ. മൂന്നാമത്തതാണ് അമിതമായിട്ട് പൊണ്ണത്തടി, അടിവയറ്റിൽ കൊഴുപ്പുള്ള ആളുകൾ, അതുപോലെ തന്നെ ഹെവി കൊളസ്ട്രോൾ, നല്ല രീതിയിൽ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുള്ള സ്ട്രെസ്സ്. ശാരീരികപരമായിട്ടുള്ള സ്ട്രെസ്സിനെ നമുക്ക് കൂടുതൽ വർക്ക് ലോഡ് വരിക, അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള സ്ട്രെസ്സ്, നമുക്ക് വീട്ടിലെ സ്ട്രെസ്സ്, അത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇത്തരം കണ്ടീഷൻസ്, അസുഖങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ B12, അതുപോലെ തന്നെ വൈറ്റമിൻ C, വൈറ്റമിൻസിൻ്റെ ഒക്കെ തന്നെ കുറവുകൾ നമുക്ക് ഉദ്ധാരണ പ്രോബ്ലംസിൽ കാണാൻ പറ്റും. എങ്ങനെയാണ് നമുക്കിതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മാനേജ് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ മീൻ ചെയ്യുന്നത് അതിൻ്റെ കാരണം കൂടെ പ്രോപ്പറായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യം പറഞ്ഞ പോലെ തന്നെ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഉദ്ധാരണ പ്രോബ്ലംസിന് കാരണങ്ങളുണ്ട്. ശാരീരികപരമായിട്ടുള്ള കാരണങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അത് തന്നെ നമുക്ക് 3 തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സെക്ഷൽ കോണ്ടാക്റ്റ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ ഓർഗൻസ് റെഡി ആവുന്ന ഇമ്പൾസുകൾ ഉണ്ടാവും, അതായത് മെസ്സേജുകൾ. അത് പാസ് ചെയ്യേണ്ടത് നമ്മളുടെ തലച്ചോറിലോട്ട് എത്തിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇമ്പൾസുകളൊക്കെ എത്തിക്കുന്നത് നമ്മളുടെ സുഷുമ്നയുടെ സൈഡുകളിലൊക്കെയുള്ള ചെറിയ ചെറിയ നാഡികളൊക്കെയാണ്. അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന നാഡികൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതിനെന്തെങ്കിലും ക്ഷതം സംഭവിക്കുകയും അത്തരം ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും ഇങ്ങനൊരു കണ്ടീഷൻ വരുന്നത്. അതുപോലെ തന്നെ ഡയബറ്റീസ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അതുപോലെ തന്നെ അതിരോസ്ക്ലീറോസിസ്, അതായത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കുടലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പുകളിൽ വരുന്ന കൊഴുപ്പ് കട്ടകൾ കറക്റ്റായിട്ട് രക്തയോട്ടം പാസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പൾസുകൾ മെസ്സേജുകൾ പാസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാതിരിക്കുന്ന ഒരു കണ്ടീഷൻ നമ്മുടെ ശരീരത്തിൽ എപ്പോൾ വരുന്നോ അപ്പോഴാണ് നമുക്ക് ഉദ്ധാരണ പ്രോബ്ലംസ് വരിക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെൽവിക് ഓർഗൻസ്, അതായത് അരക്കെട്ടിനുള്ളിലുള്ള എന്തെങ്കിലും ഓർഗൻസിന്, പ്രത്യേകിച്ച് കിഡ്നിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുക, പ്രോസ്റ്റേറ്റിസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, ഇതൊക്കെ ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ്ലി പോലും ഇത്തരം ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. കിഡ്നിയിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരും എന്നുള്ളത് തന്നെയാണ് പൊതുവെ കണ്ടിട്ടുള്ളത്. ഇനി CA പോലെ ക്യാൻസർ പോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ പെൽവിക് ഓർഗൻസിന് ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ കാര്യം, ഉദ്ധാരണത്തിനായിട്ട് തന്നെ ആവശ്യമായിട്ടുള്ള മെസ്സേജുകൾ പാസ് ചെയ്യാനുള്ള ഞരമ്പുകൾ ഉണ്ടാവും. അത്തരം ഞരമ്പുകൾക്കും എന്തെങ്കിലും ക്ഷതം സംഭവിക്കുകയാണെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ വരാം. ഇനി മൂന്നാമത്തെ ശാരീരികപരമായിട്ടുള്ള ഒരു പ്രയാസം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് രക്തം അങ്ങോട്ട് എത്തുന്നില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ്. കറക്റ്റായിട്ട് രക്തം എത്തുന്നില്ലാത്തൊരു കണ്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അവിടെയുള്ള പ്രോപ്പർ കാര്യങ്ങളൊന്നും വർക്ക് ആകാതിരിക്കുമ്പോൾ ഉദ്ധാരണ പ്രോബ്ലംസ് വരാം.
ഇനി ഈ ഉദ്ധാരണ പ്രോബ്ലംസ് വന്ന അതായത് ഉദ്ധാരണം നടന്നു പെട്ടെന്ന് തന്നെ അത് ഇല്ലാണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രക്തയോട്ടം അവിടെ വന്നു, ബട്ട് അതവിടെ സംഭരിക്കാനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ ആ ഒരു കഴിവ് നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഉദ്ധാരണ പ്രോബ്ലംസ് നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളാണ് ശാരീരികപരമായിട്ട് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക തന്നെ വേണം. അതായത് ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇടുപ്പെല്ലിന് എന്തെങ്കിലും സർജറി കഴിഞ്ഞു, ഇടുപ്പെല്ല് കുത്തി വീണു, അതല്ലെങ്കിൽ നമ്മൾ ബാക്ക് അടിച്ച് വീണു, ബാത്റൂമിലൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ ഇരുന്ന് വീഴുന്ന ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവും. അത്തരം കണ്ടീഷനൊക്കെ തന്നെ ഉണ്ടെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് ഉദ്ധാരണ പ്രോബ്ലംസ് വരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ട്രീറ്റ്മെൻറ്റിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇത്തരം കംപ്ലയിൻസുകൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് മെൻ്റൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ മെൻ്റൽ കണ്ടീഷൻ എങ്ങനെ ഉദ്ധാരണ പ്രോബ്ലംസിനെ ബാധിക്കുന്നുണ്ട് നോക്കാം. സെക്ഷുവൽ ലൈഫ് അല്ലെങ്കിൽ ഒരു ഉദ്ധാരണ പ്രോബ്ലംസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശാരീരികപരമായിട്ടുള്ള കാര്യങ്ങളെ പോലെ തന്നെ അല്ലെങ്കിൽ ഇച്ചിരി കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാനസികപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും വരുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സെക്ഷുവൽ ലൈഫിലും അതുപോലെ തന്നെ ഉദ്ധാരണ പ്രോബ്ലംസിലും ഒരു പാർട്ടാവാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് സ്ട്രെസ്സ് വരിക, ഡിപ്രഷൻ വരിക, ഒരു ഉത്കണ്ഠ, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉദ്ധാരണ പ്രോബ്ലംസ് വരാം. ചെറുപ്പക്കാരിൽ മിക്ക ആളുകളിലും ആഫ്റ്റർ മാരേജിന് ശേഷം ഉദ്ധാരണ പ്രോബ്ലംസ് ഒരു 6 മാസത്തോളമൊക്കെ കാണാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടേഴ്സിന് അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അവർക്ക് ആദ്യമായിട്ടൊരു പങ്കാളിയെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട്, പ്രത്യേകിച്ച് അറേഞ്ച്ഡ് മാരേജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആ ഒരു കപ്പിൾസിൽ കാണുന്ന ഒരു ചെറിയ ഫിസിക്കലി മെൻ്റലി ഒരു അകലം കാരണം പോലും ED വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ട് നമ്മൾ മിങ്കിൾ ആവുന്നതിനനുസരിച്ച് ആ ഒരു പ്രോബ്ലംസ് ക്ലിയർ ആവാറുണ്ട്. അപ്പം അത്തരം ആളുകൾ അതിനായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. മൈൽഡായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതിയാകും. ഇനി നമുക്ക് മെൻ്റൽ സ്ട്രെസ്സ്, ഡിപ്രഷൻ, ആങ്സൈറ്റി അത് പലതരത്തിലാവാം. വീട്ടിലുള്ള ജോലികളാവാം, നമ്മൾ ജോബ് സ്ഥലത്തുണ്ടാവുന്ന സ്ട്രെസ്സുകളാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആകാം, കുടുംബ പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ പങ്കാളിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ലൈക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പങ്കാളിയെ ഇഷ്ടമില്ലാണ്ട് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരിൽ കാണുന്ന എന്തെങ്കിലും വൃത്തിയില്ലായ്മ, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ തോന്നുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലൊക്കെ തന്നെ ഉദ്ധാരണ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ നോർമലി പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് സ്മോക്കിംഗ് ഉള്ള ആളുകൾ, മദ്യപാനമുള്ള ആളുകൾ, അതല്ലെങ്കിൽ കൂടുതലായിട്ട് പുറത്തുനിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അടിവയറ്റിൽ എണ്ണയും കൊഴുപ്പും അടിഞ്ഞുകൂടി നമുക്ക് കറക്റ്റായിട്ട് രക്തയോട്ടം കിട്ടാത്തൊരു സിറ്റുവേഷൻ, ഹൈ കൊളസ്ട്രോള്, ഡയബറ്റിസ്, ഇത്തരം കണ്ടീഷനൊക്കെ നോർമലായിട്ട് നമുക്ക് ഈ ഒരു പ്രയാസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഉദ്ധാരണ പ്രോബ്ലംസ് ഉള്ള ആളുകൾ ആദ്യം നമുക്ക് എന്താണ് കംപ്ലയിൻസുകൾ ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് മാനേജ് ചെയ്യുക. അതായത് അതിനെന്താണ് ട്രീറ്റ്മെൻറ്റ്, അത് എടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളൊരു 6 മന്തോളം ചെയ്ത് നോക്കുക. അതൊന്നും ചെയ്തിട്ട് മാറ്റം ഇല്ലാത്തൊരു കേസിൽ മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് പോവേണ്ടത്. ഇനി ഇതിലുള്ളൊരു പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ട് അത് മൈൻഡിൽ വെക്കുക, അതിനനുസരിച്ചൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഞരമ്പുകൾക്ക് വല്ല ക്ഷതമൊക്കെ വന്നതാണ് എന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വന്നു, അല്ലെങ്കിൽ അതിനായിട്ട് മെഡിസിൻ കഴിച്ചാൽ ക്ലിയർ ആകുമോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുമ്പോഴാണ് അവിടെ ഉദ്ധാരണ പ്രോബ്ലംസ് മാറി വരുന്നത്. രണ്ടാമതായിട്ട് പ്രോപ്പറായിട്ട് പ്രത്യേകിച്ച് അരക്കെട്ടിന് രക്തയോട്ടം കിട്ടുന്ന രീതിയിൽ ഒരു 20 to 25, 40 വരെയൊക്കെ നമുക്ക് 40 മിനിറ്റ്സ് വരെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് എക്സസൈസ് കൊടുക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ എന്താണ് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക, എണ്ണയിൽ നമ്മൾ പൊരിച്ചത്, വറുത്തത്, ഇത്തരം കണ്ടീഷനൊക്കെ നമ്മൾ സാധാരണ ഒരു പരിധിയിലപ്പുറം കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഫുഡുകൾ, ഈ ലൈസ്, അത്തരം കൊക്കോ ഐറ്റംസ്, കൊക്കക്കോള അതുപോലെയുള്ള ഡ്രിങ്ക്സുകളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഹെൽത്തിന് എപ്പോഴും, അല്ലെങ്കിൽ ഒരു സെക്ഷൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് വെജിറ്റബിൾസ്, ഇലക്കറികളൊക്കെ അത്യാവശ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് തണ്ണിമത്തൻ, അതുപോലെ തന്നെ വെണ്ടക്ക, മുരിങ്ങാക്കായ, പിന്നെ അതുപോലെ തന്നെ റോ ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ തന്നെ നിങ്ങളെ കണ്ടീഷൻ അനുസരിച്ചാണ്. ഇപ്പോൾ ഒരുപാട് ഷുഗർ ഉണ്ട് ഒരാൾക്ക്, ബീട്രൂട്ടോ ഒരുപാട് കഴിക്കാൻ പാടില്ല. ബീട്രൂട്ട്, അതേപോലെ മണ്ണിൻ്റെ അടിയിലുള്ള ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക്
മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ തക്കാളി ജ്യൂസ് നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കംപ്ലയിൻറ്റ്സ് ഉള്ളത് വെച്ചാൽ മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വാങ്ങിച്ച ശേഷം മാത്രം ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഇത് ട്രീറ്റ്മെൻറ്റ് പോകുമ്പോൾ ഇത്ര നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റിലൂടെ പോവുക എന്നുള്ളതാണ്. നട്ട്സുകളൊക്കെ കഴിക്കുമ്പോൾ ഡെയിലി ഒരു ബദാം, ഒരു 2 പിസ്ത, ഒരു വാൾനട്ട്, ഇതൊക്കെ ഇങ്ങനെ ഒരു റെഗുലറായിട്ട് കഴിക്കുകയാണെങ്കിലും ഇതിൽ നല്ല രീതിയിൽ വ്യത്യാസം വരാറുണ്ട്. അരക്കെട്ടിന് നല്ല രീതിയിൽ രക്തോട്ടം കിട്ടുന്നതും പ്രോപ്പറായിട്ട് നമ്മളുടെ ഇൻറ്റേർണൽ ഓർഗൻസിന് നല്ല രീതിയിൽ റിലാക്സേഷൻ കിട്ടുന്നതായിട്ടുള്ള എക്സസൈസുകൾ തിരഞ്ഞെടുക്കുക. നമ്മൾ എത്ര പ്രായം കൂടിക്കഴിഞ്ഞാലും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന, നമുക്ക് മുട്ടുവേദന, കാലുവേദനയൊക്കെ വരുന്ന പോലെ തന്നെ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലംസ് ആണെങ്കിൽ പോലും നമ്മളുടെ ലൈഫ് ലോങ് പോകുന്നത് വരെ നമുക്ക് മൈൽഡായിട്ടെങ്കിലും ഇത് കൊണ്ടുപോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടൊരു ഡയറ്റ്, ലൈഫ് സ്റ്റൈല്, എക്സസൈസ്, നല്ല ഫുഡുകൾ എല്ലാം തന്നെ വേണം. അതുപോലെ തന്നെ പഞ്ചസാരയുടെ ഉപയോഗം, കാർബോഹൈഡ്രേറ്റിൻ്റെ അരിഭക്ഷണങ്ങളുടെ ഉപയോഗം എല്ലാം കുറയ്ക്കുക. ഒരു 2.5 മണിക്കൂർ ഇടവിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൽ ഒരുപാട് ലീഫി വെജിറ്റബിൾസ്, നിങ്ങൾക്ക് നമ്മളെ തൊടിയിലുണ്ടാവുന്ന പയറിൻ്റെ ഇല, അതുപോലെ ചീര, ഇതൊക്കെ തന്നെ ധാരാളം കഴിക്കുന്നത് നല്ല വ്യത്യാസം ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഷുഗറും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കുന്നതും യൂറിൻ കറക്റ്റായിട്ട് പാസ് ചെയ്യുന്നതും ഇതിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നതാണ്. ഹോമിയോപ്പതിയിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദാഹരണ പ്രശ്നത്തിന് നമുക്ക് നല്ല മെഡിസിൻസുകൾ അവൈലബിൾ ആണ്. അതുതന്നെ മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ആ രോഗിയെ അപഗ്രഥിച്ചതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അതോടൊപ്പം എക്സസൈസും ഫുഡ് മെനുവും നമ്മൾ കൊടുക്കുന്നതോടുകൂടി തന്നെ പേഷ്യൻസിന് അത് റിക്കവർ ചെയ്യാനുള്ളൊരു സാധ്യത കൂടുതലാണ്. ആരോഗ്യപരമായിട്ടുള്ള സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ഹസീന, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.